ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുന്ന രണ്ടാമത്തെ മെത്തേഡാണ്, അതായത് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. S1, S2, S3 സോഴ്സ്, D1, D2, D3, D4 ഡെസ്റ്റിനേഷൻസ്. ഇവിടെ സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. ഓരോ സെൽസിനകത്തും റോസും കോളംസുമായിട്ട് നമുക്ക് സെൽസ് ഉണ്ട്, സെല്ലിനകത്തെല്ലാം കോസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാനായിട്ട് സപ്ലൈ ആഡ് ചെയ്യുക, ഡിമാൻഡും ആഡ് ചെയ്ത് നോക്കുക. ഇവിടെ സപ്ലൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും, ഡിമാൻഡ് ആഡ് ചെയ്യുമ്പോഴും 34 എന്ന് കിട്ടും. സോ ഈക്വൽ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇസ് ബാലൻസ്ഡ്. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. നൗ സ്റ്റെപ്പ് 2 പോകാം, അതായത് സൊല്യൂഷൻ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അലൊക്കേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ സെൽസിലും വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഏത് സെല്ലിലാണോ ആ സെല്ലിലാണ് നമ്മൾ ആദ്യമായിട്ട് അലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് 8 ആണ് അല്ലേ. സോ ഈ സെല്ലിലാണ് നമ്മൾ ആദ്യം അലൊക്കേഷൻ ചെയ്യും. സോ 8. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ നോക്കുക, ഡിമാൻഡ് നോക്കുക, മിനിമം വാല്യൂ ഏതാണ് അത് അസൈൻ ചെയ്യുക. സോ സപ്ലൈ 18 ആൻഡ് ഡിമാൻഡ് 8. സോ നമ്മളിവിടെ 8 അസൈൻ ചെയ്തു. ഡിമാൻഡ് സാറ്റിസ്ഫൈഡ് ആണ്, 0 ആയി. 18 - 8 സപ്ലൈ ബാക്കിയുണ്ട് 10. അപ്പോൾ ഇത് നമുക്ക് 0 ആയി. സോ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കോളം നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. ഓക്കെ, നൗ ഇനി നമുക്ക് ഇത്രയും ഭാഗമുണ്ട്, ഇത്രയും ഭാഗമുണ്ട്, ഇത്രയും ഭാഗമുണ്ട്. ഇതിൽ വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് 10 ആണ്. സോ ഈ സെല്ലിലാണ് നമ്മൾ അടുത്ത അലൊക്കേഷൻ ചെയ്യേണ്ടത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ ഈസ് 7 ആൻഡ് ഡിമാൻഡ് ഇസ് 14. സോ വി വിൽ അലൊക്കേറ്റ് 7 ഹിയർ. ഇപ്പോൾ സപ്ലൈ 0 ആയി. 14 - 7 is 7 ബാക്കിയുണ്ട് ഡിമാൻഡ്. ഓക്കെ, സോ ഇത് 0 ആയി. സോ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. ഇനി അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, 20. സോ 20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ ഇസ് 10, ഡിമാൻഡ് ഇസ് 7. നമുക്ക് 7 ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം. ഇത് 0 ആയി, ഇവിടെ ബാക്കി 3 ഉണ്ട്. സോ ഇത് 0 ആയി. സോ ഇത് നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. ഇനി അൺഅലൊക്കേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ, ഇവിടെ. അതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 ആണ്. പക്ഷെ 40 ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ടൈ വരികയാണ്. അപ്പോൾ ഏത് സെല്ലിൽ ആദ്യം നമ്മൾ അലൊക്കേഷൻ ചെയ്യും? ഈ 40 ഉള്ള സെല്ലിൽ അലൊക്കേറ്റ് ചെയ്യൂ, അത് ഈ സെല്ലിൽ അലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അലൊക്കേഷൻ ഏതിലാണോ ചെയ്യാൻ പറ്റുക ആ സെല്ലിലാണ് നമ്മൾ ആദ്യം അലൊക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഈ സെല്ല് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര മാക്സിമം അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ ഈസ് 3 ആൻഡ് ഡിമാൻഡ് ഇസ് 5. ഇവിടെ അലൊക്കേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം 3 ആണ് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഇതെടുക്കുകയാണെങ്കിലോ ഇതിൻ്റെ കറസ്പോണ്ടിങ് സപ്ലൈ 9, ഡിമാൻഡ് 7. അപ്പോൾ നമുക്കിവിടെ അലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 7 നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം 3 ആണ് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതെടുക്കുകയാണെങ്കിൽ മാക്സിമം 7 നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം വാല്യൂ ഏതിനാണോ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സെല്ലായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെയാണ് നമുക്ക് ഈ 40 ഉള്ള ഈ സെല്ലാണ് നമുക്ക് മാക്സിമം അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ആദ്യം അതാണ് സെലക്ട് ചെയ്യുക. സോ 7. അപ്പോൾ ഇത് 0 ആയി. ഇവിടെ 9 - 7 2. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് ക്രോസ് ഓഫ് ചെയ്തു. ഇനി നമുക്കുള്ളത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അതിൽ ലോവസ്റ്റ് ഇതാണ് 40. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ ഇസ് 3, ഡിമാൻഡ് ഇസ് 5. അപ്പോൾ നമ്മളിവിടെ 3 അസൈൻ ചെയ്തു. അപ്പോൾ ഇത്
0 ആയി, ഡിമാൻഡ് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇത് 0 ആയ സ്ഥിതിക്ക് നമുക്ക് ഇത് ഇങ്ങനെ ക്രോസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സപ്ലൈയും 2, ഡിമാൻഡും 2. സോ നമ്മളിവിടെ അത് അസൈൻ ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ അലൊക്കേഷൻസ് ചെയ്തത്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോർഷൻ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ കോസ്റ്റ് കാണുന്നത് എത്ര വാല്യൂ ആണോ അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇൻറ്റു ആ കോസ്റ്റ്. ഇങ്ങനെ എല്ലാ ഇതിനെയും ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇവിടെ 10 × 7 70 × 2 40 × 7 40 × 3 8 × 8 20 × 7 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിനെയും വാല്യൂസ് ആഡ് ചെയ്യുക. നമുക്ക് ടോട്ടൽ 814 റുപ്പീസ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്. സോ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്ത് ഇത് നോക്കി ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.